നമസ്കാരം. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ജസ്റ്റിസ് കെ.ടി. തോമസിന്റെ നിലപാട് മാറ്റം സംശയാസ്പദമെന്ന് മന്ത്രി പി.ജെ. ജോസഫ്. കേരളത്തിന് വേണ്ടി വാദിക്കാനല്ല തന്നെ ചുമതലപ്പെടുത്തിയിരുന്നത് എന്ന് ജസ്റ്റിസ് തോമസിന്റെ മറുപടി. കേരളം ഉപയോഗിക്കാത്ത കബനി നദീജലം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. വാരണാസി അടക്കം 41 മണ്ഡലങ്ങൾ നാളെ ബൂത്തിലേക്ക്. വാരണാസിയിലെ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ്. മോദിയും രാജ്നാഥ് സിംഗും RSS നേതൃത്വവുമായി ചർച്ച നടത്തി. ടി.പി. ചന്ദ്രശേഖരൻ വധത്തിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഫയാസിന്റെ പങ്കിന് തെളിവില്ലെന്ന് CBI. ടി.പി. വധഗൂഢാലോചനയിൽ പുനരന്വേഷണം ആവശ്യമില്ലെന്നും CBI. CPM നേതാവ് മോഹനൻ മാസ്റ്ററെ ജയിലിൽ സന്ദർശിച്ചിരുന്നുവെന്ന് ഫയാസിന്റെ മൊഴി. സംസ്ഥാനത്ത് സ്വകാര്യ പണമിടപാട് കേന്ദ്രങ്ങളിൽ വ്യാപക റെയ്ഡ്. 75 പേർ കസ്റ്റഡിയിൽ. ബ്ലേഡ് പലിശക്കാർക്കെതിരെ ഗുണ്ടാ നിയമം ചുമത്തും. തിരുവനന്തപുരത്ത് 5-അംഗ കുടുംബത്തിന്റെ മരണത്തിനിടയാക്കിയ ബ്ലേഡ് സംഘം പിടിയിൽ. ബ്ലേഡ് കമ്പനികളെ നിയന്ത്രിക്കാൻ ജില്ലാ നോഡൽ ഓഫീസർമാരെ നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ പുതിയ പഞ്ചായത്തുകളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കും. UDFന്റെ രാഷ്ട്രീയ നീക്കമെന്ന് TM തോമസ് ഐസക്. മുല്ലപ്പെരിയാർ തർക്കത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതിയിലെ കേരളത്തിന്റെ പ്രതിനിധി ജസ്റ്റിസ് കെ.ടി. തോമസിനെതിരെ സംസ്ഥാന സർക്കാരും സമരസമിതിയും രംഗത്ത്. കെ.ടി. തോമസിന്റെ നിലപാട് മാറ്റം സംശയകരമാണെന്ന് മന്ത്രി പി.ജെ. ജോസഫ് ആരോപിച്ചു. കെ.ടി. തോമസ് ചതിയനാണെന്നും വിധി നേടിയെടുക്കാൻ തമിഴ്നാട് നടത്തിയ നീക്കങ്ങളുടെ തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്നും സമരസമിതി ചെയർമാൻ ഫാദർ ജോയി നിരപ്പേൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത ഉന്നതാധികാര സമിതിയിലെ കേരളത്തിന്റെ പ്രതിനിധി ജസ്റ്റിസ് കെ.ടി. തോമസിനെതിരെ മന്ത്രി പി.ജെ. ജോസഫ് രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. അദ്ദേഹം 136 അടി കൂടുതൽ ഉയർത്തരുതെന്ന് അഭിപ്രായം പറഞ്ഞ ആളാണ്. അപ്പോൾ ആ അഭിപ്രായം ആത്മാർത്ഥതയോടുകൂടിയാണോ പറഞ്ഞതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനെ സ്വാഗതം ചെയ്തു. എന്നാൽ ജസ്റ്റിസ് കെ.ടി. തോമസ് ചതിയനാണെന്നും തമിഴ്നാട്ടിൽ നിന്ന് വലിയ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് കേരളത്തെ ഒറ്റുകൊടുത്തുവെന്നും മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഫാദർ ജോയ് നിരപ്പേൽ പറഞ്ഞു. ജനങ്ങൾക്ക് എതിരായ ജീവന സ്വത്തിനും പുല്ലുവില പോലും കൽപ്പിക്കാത്ത ഈ സുപ്രീം കോടതി വിധിക്ക് മുഖ്യ കാരണക്കാരൻ നമ്മുടെ ജസ്റ്റിസ് കെ.ടി. തോമസ് ആണ്. ജസ്റ്റിസ് കെ.ടി. തോമസ് കേരളത്തെ വഞ്ചിച്ചു. കോടതി വിധിക്കെതിരെ സമരസമിതിയും രംഗത്തിറങ്ങുന്നതിന്റെ സൂചനയായാണ് ഈ പ്രസ്താവന വിലയിരുത്തപ്പെടുന്നത്. ബിജു തറയിൽ, മീഡിയ വൺ, ഇടുക്കി. എന്നാൽ കേരളത്തിന് വേണ്ടി വാദിക്കാനല്ല തന്നെ ചുമതലപ്പെടുത്തിയതെന്ന് ജസ്റ്റിസ് കെ.ടി. തോമസ് പറഞ്ഞു. ഡാം സുരക്ഷിതമാണ് എന്നത് കേരളം ആശ്വാസകരമായി സ്വീകരിക്കണം. ഡാം ഇപ്പോൾ പൊട്ടുമെന്ന് പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തുന്നത് ശരിയല്ല. സത്യസന്ധമായി കാര്യങ്ങൾ പറയാനാണ് താൻ ശ്രമിച്ചതെന്നും ജസ്റ്റിസ് തോമസ് കോട്ടയത്ത് പറഞ്ഞു. സത്യസന്ധമായ കാര്യം സുപ്രീം കോടതിക്ക് അറിയാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ വെച്ചതാണ്. അത് സത്യസന്ധമായിട്ട് കണ്ടുപിടിച്ച് പറയുക എന്ന് പറയുന്ന ഉത്തരവാദിത്വത്തിനല്ലായിരുന്നു എന്നെ നിയമിക്കാൻ പോകുന്നതെങ്കിൽ ഞാനത് സ്വീകരിക്കുകയില്ല. കേരളത്തിന് വേണ്ടി വാദിക്കണമെന്നുണ്ടെങ്കിൽ കേരളം കാശ് കൊടുത്ത് വക്കീലന്മാരെ വെക്കണം. ഞാൻ കേരളത്തിന്റെ ഒരു പൈസ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ. അത് എക്സ്പേർട്സിന്റെ ഒപ്പീനിയന് നമ്മൾ വില കൊടുക്കുക. മനസ്സിലായി? അവർ പറഞ്ഞത് ഈ ഡാം വളരെ വളരെ നാളത്തേക്കൂടെ ഇനി ഇതുപോലെ നിർത്താൻ പറ്റും. ഈ ശാക്തീകരണ പ്രക്രിയ മതി. അത് പണ്ടില്ലാത്തൊരു കാര്യമാണ്, ഇപ്പോഴതുണ്ട്. അപ്പൊ പല പല സ്ട്രക്ചേഴ്സും നിർത്തുന്നത് പൊളിച്ചു കളഞ്ഞ് വേറെ പണിതല്ല, അത് ഈ റീഇൻഫോഴ്സ്മെന്റ് ആണ് ഇപ്പോഴത്തെ. രണ്ടാമത് കേരളത്തിന്റെ നിലപാട് എന്നതാണ്? ഡാം സുരക്ഷിതമല്ലെന്നോ? അങ്ങനെ ഒരു കേരളത്തിന് എന്തിനാ ഒരു നിലപാടുണ്ടാക്കുന്നത്? സുരക്ഷിതമാണെങ്കിൽ സുരക്ഷിതമാണെന്ന്. പരിസ്ഥിതി പ്രവർത്തകൻ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. MG സർവകലാശാല വൈസ് ചാൻസലർ, ദുരന്ത നിവാരണ വിദഗ്ധനുമായ ഡോക്ടർ A.V. ജോർജ് കോട്ടയം സ്റ്റുഡിയോയിൽ. E.J. ജോസഫ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പ്രതിനിധി, അദ്ദേഹം ഇടുക്കിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി N.K. പ്രേമചന്ദ്രനെ ടെലിഫോണിലും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ CR നീലകണ്ഠൻ, ചതിയൻ എന്നുള്ള വിളി, ഇത്ര ശക്തമായിട്ടുള്ള ഒറ്റുകാരൻ എന്ന വിമർശം, ഇതൊക്കെ അർഹിക്കുന്നുണ്ടോ ജസ്റ്റിസ് കെ.ടി. തോമസ്? ഒരു കാരണവശാലും ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ കയ്യിൽ അതിന് യാതൊരു തെളിവുമില്ല. കെ.ടി. തോമസ് പറഞ്ഞ അഭിപ്രായത്തോട് നമുക്ക് വിയോജിക്കാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിദഗ്ധരുടെ അഭിപ്രായമാണ് സ്വീകരിച്ചത്. വിദഗ്ധരുടെ അഭിപ്രായം സ്വീകരിച്ചാൽ അങ്ങനെ വരൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, കേരളം ഡാം സേഫ് അല്ല എന്ന് വാദിച്ചിട്ടുണ്ടോ? കേരളം പറഞ്ഞിട്ടുണ്ടാവും. പറയുന്നതും വാദിക്കുന്നതും രണ്ട് കാര്യമാണ്. തെളിവ് നിരത്തി വാദിച്ചിട്ടുണ്ടോ? എന്താ കേരളത്തിൻ്റെ ആവശ്യം സനീഷ്? ഒന്നാമത്തെ ആവശ്യം കേരളം പറഞ്ഞു 136 അടിയിൽ കൂടരുത് എന്നാണ്.
ഞാൻ ഈ വാദിക്കുന്നവരോട് ചോദിക്കുന്നു, 136 അടി വരെ വന്നാൽ ഈ ഡാം സേഫാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നെപ്പോലെ ഒരാൾ വളരെ മുമ്പേ ഉന്നയിച്ച ഒരു സംശയം, 136 അടി എന്നത് കേരളത്തിന് എന്താ കേരളത്തിൻ്റെ സാങ്ക്ടിറ്റി? കേരളം ആവശ്യപ്പെടേണ്ടത് 40 ലക്ഷം മനുഷ്യരുടെ ജീവനുണ്ട്, ഭീഷണിയുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. ഫാദർ നിരപ്പേലിനെ പോലെ സമരം ചെയ്യുന്ന ആളുകളോട് ഞാൻ 100% അക്കാര്യത്തിൽ യോജിക്കുന്നു. ഇതിന് ഭീഷണിയുണ്ട്. പക്ഷേ ഭീഷണി ഉണ്ട് എന്നത് തെളിയിക്കാനോ അത് വാദിക്കാനോ കേരളം ഒരുമ്പിട്ടിട്ടില്ല. കേരളം പറഞ്ഞിട്ടുണ്ടാവാം. ഇപ്പോൾ മന്ത്രിമാരൊക്കെ ജനങ്ങളോട് പറയുന്നതും യഥാർത്ഥത്തിൽ കോടതിയിൽ പറഞ്ഞ കാര്യം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ചതിച്ചത് നമ്മുടെ ഭരണകർത്താക്കളാണ്. കെ.ടി. തോമസ് ചതിച്ചോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതിനേക്കാൾ പ്രധാനം നമ്മുടെ ഭരണകർത്താക്കളാണ്. ജനങ്ങളോട് ഇപ്പോൾ ഡാം പൊട്ടുമെന്ന് പറഞ്ഞൊരു മന്ത്രി നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഡാം പൊട്ടെന്ന് പറഞ്ഞാൽ അതിനെന്താ പരിഹാരം വേണ്ടത് സനീഷേ? അതിന് ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നല്ലേ വേണ്ടേ? ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ഒരു പ്രാവശ്യം പോലും ഈ മന്ത്രി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നാട്ടുകാരെ മുഴുവൻ പേടിപ്പിക്കുന്ന രീതിയിൽ നാട്ടുകാരോട് പറയുകയും കോടതിയിൽ പോയി പറഞ്ഞ് 136 നിർത്തണമെന്ന് വെച്ചാൽ കുമളിയിൽ ടൂറിസം നടത്താൻ ചാൻസ് കിട്ടണമെന്നാണ്. ഇപ്പോഴും 136 142 ആയാൽ കുമളിയിലെ ലാൻഡ് മുങ്ങിപ്പോവും എന്നുള്ളതാണ് ഇവരുടെ ടെൻഷൻ. അല്ലാതെ ഡാം പൊട്ടുമെന്നുള്ളതല്ല. ഡാം പൊട്ടുമെന്ന് തെളിയിക്കാൻ എന്ത് തെളിവാണ് ഈ ഇവർ കൊടുത്തിട്ടുള്ളത്? ഡൽഹി IIT, റൂർക്കി IITയുടെ ആരും വിശ്വസിക്കാത്ത തെളിവുകൾ. ആരും വിശ്വസിക്കാത്ത വെച്ചാൽ വളരെ റിമോട്ട് ചാൻസ് ഉള്ള തെളിവുകളാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. കേരളം ഒരിക്കലും ഇപ്പോൾ ഡാം അൺസേഫാണ് എന്ന് പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, അടുത്ത 5-10 വർഷം കൊണ്ട് ഒരു പുതിയ ഡാം പണിതാൽ ആ ഡാം ഇതിന് പരിഹാരമാകുമെന്ന് പറഞ്ഞാൽ 10 വർഷത്തേക്ക് ഈ ഡാം പൊട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഇപ്പം രാത്രി മെഴുതിരി കത്തിക്കുന്നത്? അപ്പോൾ ഇപ്പം ഡാം പൊട്ടും എന്ന് പറഞ്ഞ് മന്ത്രിക്ക് രാത്രി ഉറക്കമില്ല. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ കണ്ട ഒരു ചെറിയ കുട്ടി എന്നോട് ചോദിച്ചു, സാറേ ഈ ഡാം പൊട്ടിയാൽ ഫോർട്ട് കൊച്ചി വെള്ളത്തിൽ മുങ്ങുമോ എന്ന് ചോദിച്ചാൽ ആ കുട്ടി പോലും രാത്രി ഉറങ്ങുന്നത്, ഫോർട്ട് കൊച്ചിയിൽ ഉറങ്ങുന്നത് കുട്ടി വെള്ളത്തിൽ മുങ്ങുമെന്ന് പേടിച്ചിട്ടാണ്. അങ്ങനെ ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കി. എന്നിട്ട് അവിടെ പോയി പറഞ്ഞത് എന്താ? അവിടെ പോയി പറഞ്ഞത് ഡാം ഡീകമ്മീഷൻ ചെയ്യാനല്ല, 136 അടിയിൽ നിർത്തി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ തെറ്റായ നിയമം ഉണ്ടാക്കി. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നില്ല. എന്തായാലും ഈ ഡാം ഇപ്പം പൊട്ടുമെന്ന വിശ്വാസം ഒരു കാലത്തും ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് ഉണ്ടായിരുന്നില്ല. പാവം ജനങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പേടിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും പേടിയുണ്ട്. 110 വർഷം 120 വർഷം പഴക്കമായ ഡാം, അതും 109 വർഷം വരെ കേരളം മിണ്ടിയില്ല എന്നുള്ള കാര്യം ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ 109 വർഷത്തിൽ ഇപ്പോഴും ഒരു കേസിൽ പറഞ്ഞാൽ, കേസ് സനീഷൻ നമ്മൾ കൊടുത്ത കേസല്ല. ഈ കേസ് കൊടുത്തതാരാ? തമിഴ്നാടിൻ്റെ കേസ്. തമിഴ്നാടിൻ്റെ കേസിൽ നമ്മൾ കക്ഷിയാണ്. ഇവിടെ ഇപ്പോൾ ഹരീഷ് സാൽവെ നന്നായി വാദിച്ചോ, കെ.ടി. തോമസ് നന്നായി പറഞ്ഞോ എന്നൊക്കെ നിൽക്കട്ടെ. കേരളം എന്ത് ചെയ്തു? നിങ്ങളുടെ ഭരണകർത്താക്കളുണ്ട്. കെ.ടി. തോമസ് പറഞ്ഞല്ലോ ഞാൻ 5 പൈസ വാങ്ങിയില്ല എന്ന്. നമ്മുടെ ശമ്പളം വാങ്ങുന്ന നമ്മുടെ ജനപ്രതിനിധികളായ ആളുകളെ നമ്മളെങ്ങനെ വിശ്വസിക്കുമെന്ന ചോദ്യമാണ് എൻ്റെ മുമ്പിലുള്ളത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കെ.ടി. തോമസ് വരുന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതി വരുന്നുള്ളൂ. നമ്മുടെ ജനപ്രതിനിധികളെ എനിക്ക് വിശ്വാസമില്ല. അവരൊരിക്കലും പറഞ്ഞിട്ടില്ല അത് അൺസേഫ് ആണെന്ന്. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ E.J. ജോസഫ്, മുല്ലപ്പെരിയാർ വിധിയെ അനുകൂലിക്കുന്നു. അത് ആശ്വാസകരമാണ്. യഥാർത്ഥത്തിൽ കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം, ഇടുക്കി നിവാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായാണ് സുപ്രീം കോടതി വിധിയെ കാണേണ്ടത് എന്ന ജസ്റ്റിസ് കെ.ടി. തോമസിൻ്റെ ആ വിധിയെ പിന്തുണക്കുന്ന സമീപനങ്ങളോട് ചേർന്ന് നിൽക്കുകയല്ലേ ശ്രീ C.R. നീലകണ്ഠൻ പറഞ്ഞതൊക്കെയാണ് വസ്തുതയെങ്കിൽ, അതൊക്കെയാണ് ശരിയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്? അദ്ദേഹത്തെ രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ച് വിമർശിക്കേണ്ടുന്ന കാര്യമുണ്ടോ? തീർച്ചയായും ജസ്റ്റിസ് കെ.ടി. തോമസിൻ്റെ വാദം ന്യായയുക്തമല്ല. സുപ്രീം കോടതി നിയമിച്ച ഉന്നതാധികാര സമിതിയിൽ കേരളം അദ്ദേഹത്തെ നിയമിച്ചത് കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വാദങ്ങൾ നിരത്തുന്നതിനാണ്. ഞാൻ കേരളത്തെ പ്രതിനിധീകരിച്ചല്ല ഈ സമിതിയിൽ വന്നത് എന്ന ജസ്റ്റിസ് കെ.ടി. തോമസിൻ്റെ വാദം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. V.S. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ ഗവൺമെൻറ് സുപ്രീം കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതിയിൽ കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് മുല്ലപ്പെരിയാർ ഡാം അൺസേഫാണ്, അതിൻ്റെ ചുവടെ വസിക്കുന്ന 40 ലക്ഷത്തോളം ജനങ്ങളുടെ ജീവൻ ആപത്തിലാണ് എന്ന് കണ്ടെത്തിയ സത്യം കോടതിക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നതിന് സഹായകരമായ ഒരാൾ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തി അദ്ദേഹത്തെ ഈ സമിതിയിൽ നിയോഗിച്ചത്. അത് അദ്ദേഹം പാടെ നിരോധിച്ച് തമിഴ്നാടിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിധേയനായി തമിഴ്നാടുകാർ പറയുന്നത് അതുപോലെ ആവർത്തിച്ച് ഈ ഉന്നതാധികാര സമിതി റിപ്പോർട്ടിനോട് ചേർന്ന് നിന്നത് ഞങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന കാര്യമാണ്. പെരിയാർ തീരദേശവാസികൾ ഈ സുപ്രീം കോടതി വിധി പോലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് ഇന്ന് ജസ്റ്റിസ് കെ.ടി. തോമസിൻ്റെ ആ വിധിയെ ന്യായീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവവും. യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ ഡാം അൺസേഫാണ് എന്നുള്ള കാര്യം ഇന്നോ ഇന്നലെയുള്ള 1979 കേന്ദ്ര ജല കമ്മീഷൻ മുമ്പോട്ട് വെച്ചതാണ്.
അന്ന് 142 അടിയായിരുന്ന ജലനിരപ്പ് 136 അടിയാക്കി താഴ്ത്തുകയും അതിനുശേഷം അവിടെ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് 35 വർഷം കഴിഞ്ഞു. ഈ 35 വർഷത്തിന് ശേഷവും ആ ശക്തിപ്പെടുത്തൽ കൊണ്ട് ഇന്നും ഈ ഡാം സുരക്ഷിതമാണെന്ന് പറയുമ്പോൾ ജസ്റ്റിസ് KT തോമസും സുപ്രീം കോടതിയും ഞങ്ങളോട്, പെരിയാർ തീരദേശവാസികളോട് ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു. ഇതെത്ര നാൾ സുരക്ഷിതമാണ്? 119 വർഷം കഴിഞ്ഞ ഈ ഡാം യാതൊരു അപായ ഭീഷണിയുമില്ലാതെ ഇനി എത്ര നാൾ കൂടി മുമ്പോട്ട് പോകും? തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ശ്രീ ജെ ജോസഫ്, താങ്കളിലേക്ക്. ശ്രീ NK പ്രേമചന്ദ്രൻ, നാളെ സർവകക്ഷി യോഗമുണ്ട്. ഇത് സംബന്ധിച്ച് റിവ്യൂ പെറ്റീഷൻ കൊടുക്കേണ്ടതുണ്ടോ എന്നതൊക്കെ ആലോചിക്കാൻ. യഥാർത്ഥത്തിൽ ജസ്റ്റിസ് KT തോമസ് ചൂണ്ടിക്കാട്ടും വിധം ഇനി അങ്ങോട്ടെങ്കിലും ജനങ്ങളെ പരിഭ്രാന്തരാക്കാതെ ഈ സുപ്രീം കോടതിയുടെ വിധി ആശ്വാസകരമാണ് എന്ന് കണ്ട് മുന്നോട്ട് പോവുക എന്ന ഉപദേശം സ്വീകരിക്കുന്നതാണോ കേരളത്തിനും ഇടുക്കി നിവാസികൾക്കും നല്ലത്? അങ്ങനൊരു നിർദ്ദേശം കേരളം സ്വീകരിച്ചാൽ പതിറ്റാണ്ടുകളായി 1940കളുടെ തുടക്കം മുതൽ ഈ ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ച്, ഡാമിന്റെ സേഫ്റ്റിയെ സംബന്ധിച്ച് സാങ്കേതിക വിദഗ്ധരും അതുപോലെ നിരവധി പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളും ഒക്കെ ഉന്നയിച്ച ആശങ്ക അസ്ഥാനത്താണ് എന്ന് വിശ്വസിക്കേണ്ടതായിട്ട് വരും. എന്തായാലും ആ നിലപാടിനോട്, വാദത്തോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. ഒരു ഭാഗത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ജനങ്ങളിൽ അനാവശ്യമായിട്ടുള്ള പരിഭ്രാന്തി സൃഷ്ടിക്കുക എന്നുള്ളത് ഒരിക്കലും സ്വീകാര്യമായിട്ടുള്ള സംഗതിയല്ല. പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ ആ രൂപത്തിൽ കൈകാര്യം ചെയ്യണമെന്ന അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇല്ല. പക്ഷേ ഈ ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള പ്രശ്നം ഉയർന്നതെന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1979 മാത്രമല്ല, സർ CP രാമസ്വാമിയുടെ കാലഘട്ടത്തിൽ പോലും ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റെക്ടിഫിക്കേഷൻ പ്രോസസ് നടന്നിട്ടുണ്ട്. 1949 തിരുവിതാംകൂർ കൊച്ചി ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി ഉള്ള അക്സഷൻ ഇൻസ്ട്രുമെന്റ് വെക്കുമ്പോൾ പോലും ആ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷന്റെ ഭാഗമായി കൊടുത്ത നോട്ടിൽ പോലും ഈ ഡാം തുടർച്ചയായി അല്ലെങ്കിൽ നിലനിൽക്കുന്നതിനെ സംബന്ധിച്ച്, കരാറിനെ സംബന്ധിച്ചുള്ള ശക്തമായിട്ടുള്ള വിയോജിപ്പ് അന്നത്തെ ഭരണാധികാരികൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി 2 പ്രാവശ്യം ആവർത്തിച്ചു ജസ്റ്റിസ് KT തോമസ് അംഗമായിട്ടുള്ള എംപവേർഡ് കമ്മിറ്റി പ്രത്യേകിച്ചും പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഡാം സുരക്ഷിതമാണ് എന്ന് 100% വിശ്വസിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആശ്വാസം കൊള്ളണം, കേരളം ഇനി ഒരു നടപടിയുമായി മുന്നോട്ട് പോകരുത്, സുപ്രീം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്ന വാദത്തോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ നിലപാട് വളരെ നിർഭാഗ്യകരമാണ് എന്ന് കൂടി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ AV ജോർജ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ജസ്റ്റിസ് KT തോമസിന്റെ അഭിപ്രായ പ്രകടനത്തെ? അദ്ദേഹം കേരളത്തിന്റെ പ്രതിനിധിയായിരുന്നില്ല. സുപ്രീം കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതിയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് വേണ്ടി, ഏതെങ്കിലും ഒരു പക്ഷത്തിനു വേണ്ടി വാദിക്കാനായിരുന്നില്ല താൻ പോയത് എന്ന നിലപാടല്ലേ ശരി? അല്ല, അദ്ദേഹം ഉന്നതാധികാര സമിതി അംഗം എന്ന നിലയിൽ 136 അടിയിൽ നമ്മുടെ ജലനിരപ്പ് 136 അടിയിൽ നിജപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നു. എങ്കിൽ അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണല്ലോ സുപ്രീം കോടതി വിധിയെ സർവാത്മന സ്വീകരിക്കുന്നു. 142 അടി ജലനിരപ്പ് ഉയർത്താമെന്ന വിധിയെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളായിട്ട് നിൽക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. സുപ്രീം കോടതിയുടെ ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ പീഠം അലങ്കരിച്ച വ്യക്തിയാണ്. പക്ഷേ ഇവിടെ വസ്തുതാപരമായി ചില കാര്യങ്ങൾ 2 വിഷയങ്ങളിലാണ് തീർച്ചയായിട്ടും എനിക്ക് ഈ വിഷയത്തോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ പ്രതികരണം 2 വിഷയങ്ങളിലാണ്. ഒന്ന്, ഈ ഡാം നമുക്കറിയാം ഗ്രാവിറ്റി ഡാമാണ്. ഒരു ഗ്രാവിറ്റി ഡാം, ആ ഡാം ഉൾക്കൊള്ളുന്ന പദാർത്ഥങ്ങളുടെ വെയിറ്റ്, അതിൻ്റെ വെയിറ്റ് കൊണ്ടാണ് അതിൻ്റെ സ്ട്രെങ്ത് അതാണ്. അപ്പോൾ നമുക്കറിയാം നിരവധിയായുള്ള പഠനങ്ങൾ ഈ അടുത്ത കാലത്ത് നടത്തിയ ബോർ ഹോളിംഗ് ഉൾപ്പെടെ അതിനു മുമ്പ് നേവി നടത്തിയ പരിശോധനകളിലൊക്കെ ഈ ഡാമിൻ്റെ ഉൾഭാഗം പൊള്ളയാണെന്നും സുർക്കി മിശ്രിതം ഒലിച്ചു പോയി എന്നൊക്കെയുള്ളൊരു വസ്തുതയാണ്. ഈ ഭാഗ്യവശാൽ എനിക്ക് നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിയോടൊപ്പം ഈ ഡാമിൻ്റെ ഗാലറിയിൽ പ്രവേശനം ലഭിക്കുകയും ഞാനത് നേരിട്ട് കാണുവാനുള്ള, ഈ ചോർച്ച നേരിട്ട് കാണുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. വാസ്തവത്തിൽ ഭയാനകമാണ്. അവിടെ സുർക്കി ഒലിച്ചു വരുന്നത് നമുക്ക് നേരിട്ട് സുർക്കി കൈകൊണ്ട് വാരിയെടുക്കാൻ പറ്റും. മാത്രമല്ല പൈപ്പ് തുറക്കുന്നത് പോലെ ഉള്ള ലീക്ക് ആ ഡാമിലുണ്ട്.